എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇത്രയും കാലം സാമൂഹ്യ മേഖലയിലും അതുപോലെ തന്നെ ക്ഷേമ നടപടികളിലും മുന്നിൽ നിന്ന കേരളം പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വളരെ പിന്നിലായിരുന്നു. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ പിന്നിലായ കേരളത്തെ ഇതാ പിണറായി സർക്കാർ രാജ്യത്തെ ഏറ്റവും മികവുറ്റ സംസ്ഥാനമാക്കി മാറ്റി. എന്നിട്ട് ഈ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന ദി മിറക്കിൾ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, ആ പദവിയിലേക്ക് കേരളത്തെ എത്തിച്ചത് അക്ഷയപാത്രമായ കിഫ്ബി കൂടി ചേർന്നാണ്. കിഫ്ബിയിലൂടെ ഏതാണ്ട് 87,000 കോടി രൂപയുടെ പദ്ധതിയാണ്, 87,437 രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരമായിട്ടുള്ളത്. സത്യമായി പറയുന്നവനായി രാജാക്കൻ. അവിടെ കിഫ്ബി എന്ന് പറയുന്നത് ഒരക്ഷയപാത്രമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഈ പാത്രത്തെ ഒന്ന് ക്ഷയിപ്പിച്ചാളാം എന്ന് കരുതി കുറേ പേര് നോമ്പ് തോറ്റിറങ്ങി. അതിലൊരാളാണ് ബഹുമാനപ്പെട്ട ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പ്രതിപക്ഷം. മാത്യു കുഴൽനാടൻ ഡൽഹിയിൽ ചെന്ന് CNDG-യുമായി കൂട്ടുകൂടി കേസ് കൊടുത്തു. എന്താ കേസ്? കിഫ്ബിയിൽ മുടക്കുന്ന പൈസ എത്രയാണോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കിഫ്ബിയുടെ കടബാധ്യത സംസ്ഥാന ബഡ്ജറ്റിന്റെ ഭാഗമാക്കണം. കുഴൽനാടന്റെ കേസാണ്. ആ കേസ് CNDG അങ്ങ് ഏറ്റെടുത്തു. കടബാധ്യതയുടെ പരിധിപ്പെടുത്തിയപ്പോൾ കേരളത്തിന്റെ വികസനം സ്തംഭിക്കുകയാണ്. ബി ജെ പിക്കാരും കോൺഗ്രസും കൂടി കേരളത്തിനെതിരെ ഗൂഢാലോചന നടത്തി കിഫ്ബിയെ തകർക്കാൻ നോക്കി. നമ്മുടെ മുമ്പിലെ ചോദ്യം എന്താണ്? കിഫ്ബി തകരണോ? ഇത്രയും വലിയ വികസനം ഉണ്ടാക്കിയ കിഫ്ബി തകരണോ? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. അപ്പൊ കിഫ്ബി തകരാൻ പാടില്ല എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. കിഫ്ബിയെ സംരക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങളുമായി ജനങ്ങളുടെ മുന്നിലേക്ക് പോകും. ജനങ്ങൾ അത് സ്വീകരിക്കും. കിഫ്ബി ഇല്ലാതെ കേരളത്തിന് ഈ വികസനം ഉണ്ടാകുമായിരുന്നില്ല. കേരളത്തിന്റെ വികസനത്തിന് നിർണായക പങ്ക് വഹിച്ച ഈ അക്ഷയപാത്രം ക്ഷയിക്കാതിരിക്കാൻ ആവശ്യമായ നിലപാടുകൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തും. ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. എന്ന് വെച്ചാൽ ടോൾ ഉണ്ടാകുമോ ഇല്ലയോ? അത് കൃത്യമായിട്ട് പറഞ്ഞു. ജനങ്ങളുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യത്തിൽ, ഇതുവരെ തീരുമാനിച്ചിട്ടില്ലാത്ത കാര്യത്തിൽ കിഫ്ബിയെ കേന്ദ്രം തടയുമ്പോൾ, കിഫ്ബി വികസന മാതൃകയെ അട്ടിമറിക്കുമ്പോൾ കിഫ്ബിയെ സംരക്ഷിക്കാനൊരു പോരാട്ടം കേരളം നടത്താൻ പോവാണ്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. കിഫ്ബിയെ കൊല്ലണോ വേണ്ടയോ? നമുക്ക് ഇന്ന് രാത്രി തീരുമാനിക്കാം. കിഫ്ബിയെ കൊല്ലണോ വേണ്ടയോ? കൊല്ലാൻ വേണ്ടി കോൺഗ്രസ്, കൊല്ലാൻ വേണ്ടി കേന്ദ്രം, കൊല്ലാൻ വേണ്ടി BJP. കൊല്ലരുതെന്ന് കേരളത്തിലെ ജനങ്ങൾ. ഇതാണ് വൈരുദ്ധ്യം. കിഫ്ബിയെ സംരക്ഷിക്കാനുള്ള തീരുമാനത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. അതാണ് ഞങ്ങളുടെ തീരുമാനം. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ടോൾ കൊടുക്കണം അല്ലേ? അങ്ങനല്ല, ഇതുവരെ ടോൾ കൊടുക്കേണ്ടി വന്നിട്ടില്ല. കേരളത്തിന്റെ പാതയിൽ ദേശീയപാത ടോൾ കൊടുക്കാനുള്ള അനുഭവത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ വരികയാണ്. അപ്പം നാട്ടുകാർ കാര്യം മനസ്സിലാകും, മാതൃകകൾ ഉണ്ടാവും. ആ മാതൃകയിൽ ഇത് നിലനിൽക്കാൻ എന്ത് വേണം എന്നതിലേക്ക് ജനങ്ങൾ തീരുമാനം എടുക്കും. ശ്രീ അനിൽകുമാർ, ഇത് ജനങ്ങളുടെ തലയിലിടേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചുകൂടി സത്യസന്ധതയെങ്കിലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ജനങ്ങളോട് കാണിക്കാവുന്നതാണ്. ഒരു മര്യാദ വേണം. CPM-ന്റെ പരിഗണനയിൽ ഇപ്പോഴുള്ളത് ഈ കിഫ്ബി പദ്ധതികളിൽ വരുന്ന റോഡുകളിൽ വലിയ തുക ചെലവഴിച്ച് ഉണ്ടാക്കുന്ന കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കുക എന്ന ഓപ്ഷൻ അല്ലാതെ മറ്റെന്തെങ്കിലും ഓപ്ഷൻ താങ്കൾ ഈ പറയുന്ന കിഫ്ബിയെ രക്ഷിക്കാൻ നിങ്ങളുടെ മുന്നിലുണ്ടോ? നേരെ പറയാമല്ലോ, കിഫ്ബി റോഡുകളിൽ ടോൾ പരിഗണിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? കിഫ്ബി എന്ന് പറയുന്ന റോഡ് മാത്രമല്ല, 1240 പദ്ധതികളുണ്ട്. അതേസമയം കിഫ്ബി നിലനിൽക്കാൻ വേണ്ടിയുള്ള മാതൃക എന്ത് വേണം അത് ആലോചിക്കാം. ജനങ്ങൾ പണം കൊടുക്കേണ്ടി വരുമോ? ഇതൊരു നടക്ക് പോണ മാതിരില്ല. എങ്ങനെ കിഫ്ബിയെ നിലനിർത്താം, ഇതിനെ നിലനിർത്തണം വേണ്ടയോ? അതാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. നമ്മുടെ ചർച്ചയ്ക്ക് കൂടിയിരിക്കുന്ന കോൺഗ്രസ്സുകാർ ഇതിനെ വളർത്താനാണോ കൊല്ലാനാണോ നിൽക്കുന്നതെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ വളർത്താനാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ കൊല്ലാനാണെങ്കിൽ കൊല്ലാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അതായത് വളർത്താനാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ, ശ്രീ അനിൽകുമാർ, ഇപ്പോൾ തന്നെ കിഫ്ബിക്ക് വേണ്ടി പെട്രോൾ സെസ്സും മോട്ടോർ വാഹന സെസ്സും ഒക്കെ കൊടുക്കുന്ന കേരളത്തിലെ ജനങ്ങൾ തന്നെ കിഫ്ബിയെ നിലനിർത്തണമെങ്കിൽ ഇനി യൂസർ ഫീ എന്നോ നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു പേരിട്ടോ കൂടുതൽ പണം മുടക്കണം. ചുരുക്കി പറഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കിഫ്ബിക്ക് വേണ്ടി പുതിയ ടാക്സ് ഏർപ്പെടുത്തിയിട്ടില്ല. ഏർപ്പെടുത്തിയത് സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിലും വരുമായിരുന്ന പണത്തിൽ ഒരു നിശ്ചിത ഭാഗം കിഫ്ബിക്ക് ഉറപ്പാക്കി. എന്തിനാ ഉറപ്പാക്കിയത്? കിഫ്ബി ചോദിച്ചാൽ ബാങ്കുകാർ കടം തരണം. അപ്പൊ കിഫ്ബി ചോദിച്ചാൽ ബാങ്കുകാർക്ക് കടം കിട്ടാൻ വേണ്ടി ബാങ്കുകാർക്ക് നിക്ഷേപം തിരിച്ചു കിട്ടാനുള്ള, വായ്പ തിരിച്ചു കിട്ടാനുള്ള പണം ഇവിടെയൊക്കെ സോഴ്സ് ഉണ്ട്. സോഴ്സ് കാണിക്കാൻ വേണ്ടി നിലവിൽ കിട്ടേണ്ട
നികുതി എത്രയാണോ അതിൽ നിന്നൊരു ഭാഗം കിഫ്ബിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണ്, താങ്കൾ പറയുന്നത് എന്താണ്? നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? ഏർപ്പെടുത്തിയിട്ടില്ല. നിങ്ങളുടെ അക്കൗണ്ട് ഏതാണെങ്കിലും അക്കൗണ്ടിലേക്ക് എങ്ങനെ പോകുന്നു എന്ന് ഏത് നിയമനിർമ്മാണം ഉണ്ടാക്കിയാലും കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് ഇപ്പോഴും കിഫ്ബിയിലേക്കുള്ള പണത്തിന്റെ വിഹിതം പൂർണ്ണമായും വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ പണം അവർ വഹിക്കേണ്ടി വരും. അതല്ലേ ഈ പറഞ്ഞതിന്റെ ചുരുക്കം? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ചുരുക്കാതല്ല, ഇതേവരെ കിഫ്ബി ഏർപ്പെടുത്തിയതിന്റെ പേരിൽ ₹1 അധിക നികുതി കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടില്ല. സത്യം പറയുള്ളൂ. അധിക നികുതി ആവുന്നത് എന്തിനാണ്? ജനങ്ങൾ കൊടുക്കുന്ന മോട്ടോർ വാഹന നികുതിയിൽ നിന്നും പെട്രോൾ സെസ്സിൽ നിന്നുമാണ് കിഫ്ബിയിലേക്ക് പണം പോകുന്നതെങ്കിൽ ഇനിയും കിഫ്ബിക്ക് പണം കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിലെ ജനങ്ങളല്ലേ എന്നാണല്ലോ ചോദിച്ചത്. ഇവൻ ശരിയല്ല. അടുത്ത കൊല്ലം പദ്ധതി പൂട്ടിക്കാനാണ് കേന്ദ്രം നോക്കുന്നത്. അതിന് കേസ് കൊടുത്തിരിക്കുക. ആ കേസിൽ മറികടക്കാൻ ആവശ്യമായ നിയമപരമായ മാർഗങ്ങളെന്തോ ആ മാർഗങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ കേന്ദ്രം കേരളത്തിന്റെ മേലെ വെക്കുന്ന ഉപരോധത്തെ തടയാനുള്ള യുദ്ധത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ജനങ്ങളുമായി അതെ, കേന്ദ്രവുമായുള്ള യുദ്ധമേ നേരെ പറയൂ. പക്ഷെ അതിന് ജനങ്ങൾ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരുന്ന പണത്തിന്റെ കണക്ക് പറയില്ല, നേരെ പറയില്ല. അത് വളഞ്ഞേ പറയുള്ളൂ. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. അല്ലല്ല, കേരളത്തിലെ ജനങ്ങൾ കേന്ദ്ര സർക്കാരുമായി യുദ്ധത്തിലാണ്. കേരളത്തെ ഒറ്റുകൊടുക്കുന്ന കേന്ദ്രവുമായിട്ടാണ് കോൺഗ്രസുകാർ സഹകരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസും കേന്ദ്രങ്ങളും കൂടി കേരളത്തിലെ ജനങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ നിയമപരമായി മറികടക്കേണ്ടതുണ്ട്. മറികടക്കാൻ ആവശ്യമായ തന്ത്രങ്ങൾ നിർമ്മിക്കും. ആ തന്ത്രങ്ങളുടെ ഭാഗമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അതിൽ രഹസ്യങ്ങളേ ഇല്ല. ഇതെല്ലാം നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. ഞാൻ പൂർണ്ണമായി അതിനോട് യോജിക്കുന്നു. ഇതൊക്കെ ജനങ്ങൾക്കറിയാം. അത്രയും അക്കാര്യത്തിൽ പറയേണ്ട കാര്യമുള്ളൂ. നമ്മൾ ഇത്രയും നേരം തന്നെ അതിനുവേണ്ടി കളയേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ വാചകത്തിൽ നിന്ന് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വരാൻ പോകുന്നത് എന്താണ് എന്ന് മനസ്സിലായി. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ശ്രീ രാജു പി നായർ, എന്തായിരുന്നു കിഫ്ബി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിപ്പിച്ചത്? ഹൈ ഇതുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, വലിയ ബിഗ് ടിക്കറ്റ് പ്രോജക്ട്സ് നമുക്ക് പറയാം. അത്തരത്തിലുള്ള ബിഗ് ടിക്കറ്റ് പ്രോജക്ട്സ് നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയിരുന്നു കിഫ്ബി. ആ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയിരുന്ന കിഫ്ബി എന്തിന് ഹൈ ബജറ്റ് ഇത് അല്ലെങ്കിൽ ഹൈ ടിക്കറ്റ് പ്രോജക്റ്റ് ചെയ്യാനുള്ളത് ഇന്ന് കക്കൂസ് ഉണ്ടാക്കുന്നവരെ കിഫ്ബിയിലേക്ക് മാറി. കിഫ്ബിയിലാണ് ഇപ്പൊ സ്കൂൾ കെട്ടിടം ഉണ്ടാക്കുന്നത്, കിഫ്ബിയിലാണ് റോഡുകൾ ഉണ്ടാക്കുന്നത്, കിഫ്ബിയിലാണ് ആശുപത്രി കെട്ടിടങ്ങൾ. ഇതിനല്ലേ കേരളത്തിൽ PWD ഉണ്ടായിരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക് ഷാനി. കേരളത്തിന് PWD ചീഫ് എഞ്ചിനീയറും ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനം ഉള്ളപ്പോ ഈ KM എബ്രഹാം VP ജോയും കിഫ്ബിയിൽ മേടിക്കുന്ന ശമ്പളം എത്രയെന്നറിയോ? കേരളത്തിലെ ഗവർണറുടെക്കാൾ കൂടുതലാണ് ശമ്പളം മേടിക്കുന്നത്. എന്തിനാ അത്തരത്തിൽ വേറൊരു സംവിധാനം? അതെ, അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. കിഫ്ബി തട്ടിപ്പിന് വേണ്ടി മാത്രം നടത്തുന്ന വെള്ളാനിയാണ്. എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണമെടുത്ത് അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ എൻറ്റിറ്റി പണമെടുക്കുന്നതിനെ ഓഡിറ്റ് ചെയ്യാൻ ഇവർ മടിക്കുന്നതാ? കള്ളത്തരം മാത്രം. 100% ഞാൻ യോജിക്കുന്നു. ഈ പറയുന്ന ധൂർത്തിനും കള്ളത്തരത്തിനും കേരളത്തിലെ ജനങ്ങൾ അധിക ബാധ്യത കൊടുക്കണം എന്നാണ് ഇപ്പൊ പറയുന്നത്. കേന്ദ്രത്തിന്റെ അവഗണന ഇവർ പറഞ്ഞിരുന്നത് 2 വർഷം മുമ്പ് 54,700 കോടിയാണല്ലോ. ഈ കേരളത്തിൽ രാജ്യത്തെ ധനമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും റെപ്രസെന്റേഷൻ പാർലമെന്റിലും ഈ 54,700 എന്നുള്ള ഫിഗർ കാണാൻ പറ്റുമോ? ഇവരൊരു അജണ്ട ഉണ്ടാക്കി ആ അജണ്ട വെച്ച് കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളായിട്ട് ഉപ്പിന് വില കൂട്ടുന്നത് മുതൽ വിമാനത്താവളത്തിന് വരെ പറയുന്ന കാര്യമാണ് കേന്ദ്ര അവഗണന. എന്തിനാ ഷാനി ഈ കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞ് വർഷം തോറും പറഞ്ഞിരിക്കാൻ ഇങ്ങനൊരു പാഴ് വസ്തു അവിടെ ഇരിക്കുന്നത്? ഇവരുടെ മുഴുവൻ കെടുകാര്യസ്ഥതയും കേന്ദ്ര അവഗണന എന്നുള്ള ഒരു വൈകാരികത സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ മറവിൽ ഒളിക്കുകയാണ്. ശ്രീ TP ജയചന്ദ്രൻ, കിഫ്ബിയുടെ രൂപീകരണവും കിഫ്ബിയുടെ ലക്ഷ്യത്തിലും എവിടെയെങ്കിലും കേന്ദ്രമാണ് ഇതിന് പണം തരേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും സംസ്ഥാന പാതയില് ഇത്തരത്തിൽ ടോൾ ഉണ്ടോ? ഇത്രയും നികുതി ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? അദ്ദേഹം പറഞ്ഞു കേരളത്തെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ്. 34 കൊല്ലം പോരാടി ബംഗാളിനെ രക്ഷിച്ച് ബംഗാളുകാർ ഒരു പരുവത്തിലായി. ഇങ്ങനെ കഷ്ടപ്പെട്ട് നിങ്ങൾ പോരാടരുത്.
അന്ന് പറഞ്ഞു കിഫ്ബി ഒരിക്കലും ജനങ്ങൾക്ക് ബാധ്യതയില്ല. പിന്നെ ആരാണ് ഈ പെട്രോൾ സെസ് കൊടുക്കുന്നത്? കേരളത്തിന്റെ ജനങ്ങളല്ലാതെ വേറെ ആരെങ്കിലുമാണോ? ആരാണ് ഇന്ത്യയിലെ ഹൈ റോഡ് വെഹിക്കിൾ ടാക്സിൽ പകുതി പോകുന്നത് എങ്ങോട്ടാ? അല്ല അനിൽകുമാറെ, ഇതൊക്കെ നമ്മുടെ വികസനത്തിന് ഉപയോഗിക്കേണ്ട പണമല്ലേ? ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. ശ്രീ അനിൽകുമാർ, അതാണ് നിങ്ങളുടെ നയം മാറിയോ? ടോൾ വേണ്ട, ജനങ്ങളല്ല തെറ്റായ നയങ്ങളുടെ ഭാരം വഹിക്കേണ്ടത് എന്ന നിലപാട് മാറിയോ? ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. ഇവിടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി, കോൺഗ്രസിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആള്, അദ്ദേഹം പറഞ്ഞു, അപ്പം നമ്മുടെ റോഡ് ഉണ്ടാക്കാനും സ്കൂൾ ഉണ്ടാക്കാനും ഒന്നും പണമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ സ്കൂൾ പൂട്ടാൻ തീരുമാനിച്ചത്. അത്തരമൊരു സന്ദർഭത്തിലാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. LDF വരും, എല്ലാം ശരിയാകും എന്നാണ് പിണറായി സർക്കാർ പറഞ്ഞത്. ഇന്ന് അത്തരമൊരു വാചകം ഞങ്ങളെ പരിഹസിക്കാൻ ആരും ഉപയോഗിക്കുന്നില്ല. LDF വരും, എല്ലാം ശരിയാകുമെന്ന് 2016 ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനം ഇത് ശരിയായില്ല എന്ന് ചൂണ്ടിക്കാണിക്കാനാകാത്ത വിധം അന്നുയർന്നു വന്ന പ്രശ്നങ്ങളെയെല്ലാം കേരളത്തിലെ 1-2 പിണറായി സർക്കാരുകൾ അഡ്രസ്സ് ചെയ്തു എന്ന അഭിമാനം ഞങ്ങൾക്കുണ്ട്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? അതിന് ഞങ്ങളെ പ്രാപ്തമാക്കിയത് കിബിയാണ് എന്ന അഭിമാനവും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കലാണ് പ്രധാനമെന്ന കാര്യത്തിന് ഉറച്ചു നിൽക്കുന്നു. കിബി ഇല്ല കേരളത്തിൽ ദേശീയപാത ഉണ്ടാകുമായിരുന്നു? ഇത് നാട്ടുകാർക്ക് അറിയത്തില്ലേ? കിബി ഇല്ലായിരുന്ന കേരളത്തിൽ ദേശീയപാത ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ ദേശീയപാത യാഥാർത്ഥ്യമാക്കാൻ 6250 കോടി എടുത്തു കൊടുക്കാൻ കിഫ്ബി ഉണ്ടാവുന്നതിന് മുമ്പ് കേരളത്തിൽ ദേശീയപാത ഉണ്ടായിരുന്നില്ലേ? ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറാണ് മേഡം? ഉമ്മൻചാണ്ടി പേടിച്ചോടി. പിണറായി വിജയൻ ഉമ്മൻചാണ്ടി പേടിപ്പിച്ചതാരായിരുന്നു? ഉമ്മൻചാണ്ടി പേടിച്ചോടി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് പേടിപ്പിച്ചതാരായിരുന്നു? കേട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി SDP സംശയമൊന്നുമില്ലല്ലോ. അവത് മാറ്റി ദേശീയപാതയും ഗെയിൻ പൈപ്പിൽ നിന്ന് യാഥാർത്ഥ്യമാക്കിയാൽ പിണറായി വിജയൻ ഇരട്ടച്ചങ്ങനാന്ന് ഞാൻ പറയും. ഇവരെല്ലാം കൂടെ ചെയ്തു. തടസ്സം ആരായിരുന്നു? CPM ആയിരുന്നു എന്നുള്ളായിരുന്നു വസ്തുത. കേരളത്തിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സം CPM ആയിരുന്നു. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? 10 വർഷം കൊണ്ട് ഏകദേശം 3 ലക്ഷം പൊതുകടം വർദ്ധിപ്പിച്ചിട്ട് ഒന്നും ചെയ്യാതെ കിഫ്ബിയാണ് രക്ഷകൻ എന്ന് പറയുന്നത് രക്ഷകനാണ്. അത് CPM-ന്റെ ആണ്, പിണറായി വിജയന്റെ കുടുംബത്തിന്റെ രക്ഷകനായിരിക്കും. അതിനപ്പുറം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു രക്ഷയുമില്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? കേരളത്തിലെ സർക്കാർ സ്കൂളുകളും ആശുപത്രികളും എല്ലാം പണിതത് കിഫ്ബി ആയിരുന്നോ? ആണോ? എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. കേരളത്തിലെ PWD വകുപ്പിന് എന്താ ജോലി? എന്താണ് കേരളത്തിലെ PWD വകുപ്പുള്ള സംവിധാനം? നോക്കുകുത്തിയായി മാറി. സ്കൂൾ കെട്ടിടം മുതൽ ആശുപത്രി കെട്ടിടം മുതൽ വെള്ളം കൊടുക്കാൻ വരെ കിഫ്ബി വരേണ്ട കാര്യം എന്താ? അതിന് അങ്ങനെയാണെങ്കിൽ PWD പിരിച്ചുവിട്. PWD ഉദ്യോഗസ്ഥർക്ക് മുഴുവൻ ശമ്പളം കൊടുത്തൊരു സംവിധാനം എടുത്തിരിക്കുന്നു. ഇതിനപ്പുറത്തൊക്കെ കഴിഞ്ഞ 13.5 കോടി രൂപയാണ് ഇവർക്ക് ശമ്പളം മാത്രം കൊടുത്തത്. 13.5 കോടി ശമ്പളം കൊടുത്ത് മറ്റൊരു സംവിധാനം ഉണ്ടാക്കുന്നു. നാട് മുഴുവൻ ഓഫീസ് എടുത്തുകൊണ്ട് ഇല്ലേ? അനിൽകുമാർ, ഈ ടോൾ ഭാരം കേരളത്തിലെ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉത്തരം പറ. എന്തായാലും ഒരു കാര്യത്തിൽ സംശയമില്ല. വയനാട് ദുരിതാശ്വാസത്തിന് ജനങ്ങൾ പണം കൊടുത്തത് ഭാരമായിട്ടാണോ? ജനങ്ങൾ എന്തിനാണ് വയനാട് ദുരിതാശ്വാസത്തിനെ കണ്ടത്? കേരളത്തിന്റെ സമരമാണ്. കേന്ദ്രം കേരളത്തെ സഹായിക്കില്ല. വയനാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കണം. ലോകത്തിന്റെ ചാമ്പ്യൻ ഇന്ത്യയിലെ കിഫ്ബി ദുരിതാശ്വാസം പ്രഖ്യാപിച്ചൂടെ? കേരളത്തിലെ ജനങ്ങൾ ഉദാരമായി സംഭാവന ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. ഇന്ത്യ രാജ്യത്ത് വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്ത ഇത്രയും കാശ് വരുമോ? പറയാം. ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്വാനം ചെയ്ത് നോക്കട്ടെ. പോയി ചത്തുടടാ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.